and welcome back to Kerala in Mumbai YouTube channel. So in today's video, we bring you the highlights from the Guru Vandanam organized by Gangadharan Guruswami Shabarimala Yatra Sangam, Bangur Nagar Goregaon, led by Pradeep Nambyar Swami. This divine event marked the golden jubilee of the Sangam's continuous Shabarimala Yatra since 1975. The Pada Puja and soulful Ayyappa bhajans filled the evening with devotion, gratitude and brotherhood. A truly spiritual and memorable celebration. Swami Sharanam. Now let's watch the video. അയ്യപ്പ സംഘം 1979 ഒരു ഭജന സംഘമായിട്ട് രൂപീകരിക്കുകയും അത് 83 അയ്യപ്പ ക്ഷേത്രം പണിയുകയും അതിൽ പ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തു. ഈ ഗുരുസ്വാമി ഇന്ന് നടന്ന ഗുരുസ്വാമി ഒരു അമ്പലത്തിലെ പില്ലറാണ്. അതായത് ഒരു അമ്പലമാണെങ്കിൽ അതിന് അടിത്തറയും വേണം, അതിന് 4 തൂണും വേണം. അവർ നമ്മുടെ അമ്പലം തൂണാണ്. അവരിന്ന് ഈ അമ്പലം ഈ ഭജന പാടി ഈ അമ്പലം പണിത് ആക്കിയത് കൊണ്ടാണ് നമ്മളെപ്പോലെ ആൾക്കാർക്ക് ഭഗവാനെ തൊഴാനിവിടെ വരാനും നമുക്ക് ഇന്നൊരു പൊസിഷനിൽ ഇരിക്കാനുള്ള ഉണ്ടാക്കി തന്നത്. അതായത് അതിൻ്റെ കാരണഭൂതൻ അവരാണ്. അപ്പോൾ അവരെക്കുറിച്ച് പറയാനുള്ളതൊന്നും നമുക്ക് പറയാൻ പാടില്ല. കാരണം അവരത്രത്തോളം വലിയ ആൾക്കാരാണ്. നമ്മളൊക്കെ ഇന്നലെ വന്ന കുട്ടികളാണ്. അവരെക്കുറിച്ച് വിശദീകരിക്കാനോ അവരെക്കുറിച്ച് നമ്മളൊന്നും ആളല്ല. വിട്ടുപിരിഞ്ഞ കുറച്ച് പേരെ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ ആരംഭിക്കാം. ഞാൻ അവരുടെ പേരിവിടെ വായിക്കാം. ശ്രീ ബാലകൃഷ്ണ മേനോൻ ഞങ്ങളുടെ ഗുരുസ്വാമി കൂടിയായിരുന്നു. ശ്രീ ബൽറാം നമ്പിയാർ, ശ്രീ ഗോപാൽ പാലൻ, ശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ ഹരീഷ് തരുവാനി, ശ്രീ ഹരീഷ് ഷാ, ശ്രീമതി ഇന്ദിര കേശവൻ, ശ്രീമതി ജാനകി ഗോവിന്ദൻ, ശ്രീമതി ജാനകി നായർ, കജലെ, കുമാരൻ, മഹേഷ് അയ്യർ, മോഹനൻ, നിത്യാനന്ദ്, പത്മനാഭൻ നമ്പ്യാർ, പത്മിനി അമ്മ, രാധാകൃഷ്ണ പി, രാജൻ OS, രവീന്ദ്രൻ KK, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗുരുസ്വാമിയായിരുന്നു അദ്ദേഹം, ശാന്ത B നമ്പ്യാർ, ശാരദ നായർ, KP ശശിയേട്ടൻ, TM നായർ, CK ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, വാസുദേവൻ നായർ. ഇവരൊക്കെ നമ്മുടെ ആത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് വിട്ടുപോയി. എല്ലാവരുടെയും ആത്മശാന്തി നേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ യാത്രാ സംഘത്തിൻ്റെ പേരിൽ സ്വാഗതം അരുളുന്നു. ഒപ്പം ആരാധ്യനായ ഗുരുസ്വാമിക്ക്, അഭിവന്ദനായ ഭാസ്കരൻ സ്വാമിക്ക്, വേദിയിലിരിക്കുന്ന സേവാ സംഘത്തിൻ്റെ പ്രതിനിധികൾ. ആക്ച്വലി ഇത് 3 പേര് കൂടി 1975 രൂപം കൊടുത്ത ഒരു തീർത്ഥാടന സംഘമാണ്. ഗുരുസ്വാമി, ഭാസ്കരൻ സ്വാമി, പിന്നെ വാസുസ്വാമി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഇവർ 2 പേരും ഞങ്ങളുടെ ആരാധ്യ കഥാപാത്രങ്ങളാണ്. ഇതേക്കുറിച്ച്, ഞങ്ങളുടെ യാത്രയെക്കുറിച്ചും ഇതിൻ്റെ ചെറിയൊരു ചരിത്രത്തെക്കുറിച്ചുമൊക്കെ ഉണ്ണി ഇവിടെ സംസാരിക്കുന്നതാണ്. ഞാൻ ഉണ്ണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. So on behalf of all the Swamis of the group, and as someone blessed to have been part of the sacred journey for over 25 years, I would be possibly not counting, but this episode has made me to count that. So I would have also completed around 29 to 30 years in this journey to Shabarimala. The road they traveled was not easy for both of them who are sitting here in the practical 80s of their life. There were struggles at every stage, balancing professional duties, family commitments, financial challenges. Those days we are talking 50 years back, and the physical hardships of the yatra itself. Yet they continued undeterred and unbroken. Their strength came from bhakti, their discipline from rhythm, and their purpose from faith. And this all in particularly with Bangur Nagar Ayyappa Kshetram and Ayyappa Seva Sangam Mumbai, the big bond or the big chain or the big strong thing which was binding all this
faith, rhythm and discipline was nothing else than our bhajana. The bhajana has been an integral part, a lifeline of not only this temple, it has been our mantra also for the success of all our successful treks from all these years we have trekked the Sabrimala and coming down. Today, as we honor our Guru Swamis, we bow with folded arms. You have not only led us to the hills of Sabrimala, you have lifted our spirits and shown us what true devotion means. Respect or pay tribute to our gurus. I remember those days when I had stepped into Mumbai with my family and somebody told me that we should start going to Sabrimala. It was then and it was today that we started that trip and we never stopped, because everything that we learned, everything that we brought into the family, the vibes that we start from the day we start the Vradam, finish the Yatra, the train journey, the mixing up with each and every Swamis, the bus, the bhajanas, it keeps bringing us throughout the year. And the whole trip traveling to so many temples and doing darshans on all these temples rejuvenates us to an immense way, and it's a very great strength bearer for us for all the whole year that is ahead. From the whole group's side, we would like to say that we are thankful to both of you for guiding us throughout these years and telling us what is the right way to reach spirituality and gain inner strength. Swami Sharanam. ഗുരുദക്ഷിണ ഇവർക്ക് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ദക്ഷിണകളും പാരിതോഷികളൊന്നും ഒരിക്കലും സ്വീകരിക്കാത്ത രണ്ടുപേരാണ്. അപ്പോൾ ഇവരോട് ഇവരുടെ കഥ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ കഥയാണ് അവരുടെ കഥ, അല്ലെങ്കിൽ ഈ ശബരിമല യാത്രാ സംഘത്തിൻ്റെ കഥയാണ് അവരുടെ കഥ. അവർക്ക് വേറൊരു ലോകമില്ല. അപ്പം ഞങ്ങൾ അവർ എന്തായാലും സ്വീകരിക്കും എന്നുള്ള ഒരു ദക്ഷിണ ഞങ്ങൾ കണ്ടുപിടിച്ചു. അത് ശബരിമല ക്ഷേത്രത്തിൽ പൂജിച്ച
അയ്യപ്പൻ്റെ മുഖമുള്ള സ്വർണ്ണ നാണയമാണ്. അപ്പോൾ അതവർ വേണ്ട എന്നൊരിക്കലും പറയുന്നത് ഞാൻ ഉറപ്പാണ്. അപ്പോൾ അവരിൽ നിന്ന് ഇങ്ങനെയുള്ള ചില വിദ്യകളൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്വാമിയേ നമ്മൾ രണ്ട് ഗുരുസ്വാമിയുടെയും ഇനി ഫംഗ്ഷനിലേക്ക് ഇവിടെ വരാനും എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എല്ലാം എൻ്റെ കാരണോട് പറഞ്ഞ കാണാനും അവരോട് രണ്ട് വാക്ക് സംസാരിക്കണം. ഇതിലൊക്കെ അയ്യപ്പ ശിവസംഘം എന്നോട് പറഞ്ഞ് രണ്ട് വാക്ക് സംസാരിക്കണം. ഇത് സത്യമാണ്, ഇതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്. ഇല്ലാതെ വേറെ ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ അല്ല, ഇതാണ് മെയിൻ. ഇതാണ് നമ്മുടെ മെയിൻ അയ്യപ്പന്റെ നിമിത്തം. ഇവരൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ ഈ അയ്യപ്പൻ അമ്പലത്തിൽ വരുന്നതും കോഴികളും ഭഗവാന്റെ ഭജനപ്പാടുകളും അതൊക്കെ അയ്യപ്പസ്വാമി നമ്മളിവിടെ വർക്ക് ചെയ്യാനാണ് കൊണ്ടുവരുന്നത്. ഇവരൊക്കെ വിട്ട ഒരു കാരണം കൊണ്ടാണ്. ഞാൻ വീണ്ടും ഒരിക്കലും കൂടിയും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. They should have a long life, a life of 120 years with good health, prosperity, peace, happiness and love, and the blessings is always returned to the Sevasana. 1979 ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഡോക്ടർ ജാനകി ഹരിഹരൻ്റെ വീട്ടിൽ ഒരു ഭജനയ്ക്ക് കൃഷ്ണകുട്ടി വാസുകുട്ടി എന്ന് പറഞ്ഞ 2 പേരന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അവരാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴാണ് ഇവരെയൊക്കെ കാണുന്നത്. അന്ന് മുതൽ അന്ന് ഭജന കഴിഞ്ഞപ്പോൾ തന്നെ ഗംഗാധരൻ പറഞ്ഞു എവിടെയാ വീട്? ഞാൻ പറഞ്ഞു പന്തളമാണ്. അപ്പോൾ എല്ലാ ഭജനയ്ക്കും വരണം എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നിന്ന് എന്നെ കൂടെ ചേർത്ത്, എന്നെ എന്നല്ല ആര് ഭജന പാടുന്നോ അവരെയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ ഗോരഗോൺ അയ്യപ്പ അമ്പലത്തിലെ ഭജന ഗംഭീരമാക്കാൻ അന്നു മുതൽ പ്രയത്നിച്ച ആളാണ് ഗംഗാരേട്ടൻ. തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ കൂടി എനിക്ക് അന്നത്തിന് വക നേടിത്തരാനും പ്രയത്നിച്ചതാണ് ഗംഗാരേട്ടൻ. റെയിൽവേയിൽ ഒരു ജോലി എനിക്ക് തരപ്പെടുത്താൻ പ്രയത്നിച്ചു. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ എവിടെ സപ്താഹത്തിന് പോയാലും പറയും, ഭഗവാന്റെ നാമത്തിന് വലിയ വിലയുണ്ട്. ആ ഭഗവാന്റെ നാമത്തിൻ്റെ വില കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ജീവിക്കാനുള്ള പെൻഷൻ സുഖമായി കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഗംഗാരേട്ടൻ അത് കഴിഞ്ഞ നമ്മുടെ ഭജനയുടെ ലാസ്റ്റിൽ കയറി വരും കണക്ക് എഴുതാൻ വേണ്ടി ആരെയും ഭാസ്കരേട്ടൻ. അപ്പം ഞങ്ങൾ പറയുകയും ചെയ്തു വരൂ വേഗം ഇഡലി കഴിക്കാൻ എന്ന്. അത് അന്ന് മുതൽ ഇവരെ എല്ലാവരും ഒരേപോലെ, പിന്നെ പറയണ്ടായല്ലോ ശങ്കരവൻ മുന്നേ ഇരുന്നുകൊണ്ട് ഈ താളം അടിച്ചുകൊണ്ട് ഭജന ഞങ്ങളുടെ കൂടെ പാടുമുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും കഠിന പ്രയത്നമാണ് ഇപ്പോൾ നമുക്കിവിടെ ഇരുന്ന് ഭജന ചെയ്യാനും
ഈ ക്ഷേത്രവും എല്ലാം വരാൻ കാരണം ഇവരുടെയൊക്കെ കഠിന പ്രയത്നമാണ്. അതുപോലെ എല്ലാ സജ്ജനങ്ങളും ഇവിടെയുള്ള എല്ലാ ആളുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആരോഗ്യത്തോടുകൂടി വളരെ വർഷക്കാലം ഇവിടെ ജീവിച്ച് ഇതിൽ പങ്കെടുത്ത് ജീവിതം ധന്യമാക്കാൻ സാക്ഷാൽ കലിയുഗവരനായ അയ്യപ്പസ്വാമിയും സാക്ഷാൽ ഗുരുവായൂരപ്പനും മറ്റെല്ലാ 33 ദേവന്മാരുടെയും അനുഗ്രഹം എന്നെന്നും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. യാത്രാ സംഘത്തിൻ്റെ വലിയൊരു പില്ലറായ ശ്രീ നരേന്ദ്രൻ സ്വാമി ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സംഘത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അയാൾ, അതായത് ഹോം അഫയേഴ്സ്, ഇൻഡിസിപ്ലിൻ്റെ യാതൊരു തരത്തിലുള്ള ദാക്ഷിണ്യവുമില്ലാതെ ശിക്ഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രൻ സ്വാമിയുടെ മുഖമാണ്. ആ ഒരു വിസിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അന്ന് അദ്ദേഹം വിത്തുപാകിയ ആ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ തൊഴാൻ പോകുമ്പോൾ അതിനൊരു ടൈമുണ്ട്. ആ ടൈമിൻ്റെ മേലെ അവിടെ നിന്ന് മേലെയൊക്കെ നോക്കി നിൽക്കാൻ പാടില്ല. കാരണം ഓരോ ക്ഷേത്രങ്ങളുടെ ചിരണ്ടാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് ലേറ്റായെങ്കിൽ അവർക്ക് റെഡ് കാർഡ് ഉറപ്പാണെന്ന്. ഇപ്പോൾ നരേന്ദ്രസ്വാമി ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പാണ്. പിന്നെ നിർദ്ദേശം ഇവിടുന്നാണ് പോകുന്നത്, പക്ഷെ പുള്ളി ഒന്നും അറിയില്ല എന്ന് പറയും. ശക്തമായ നീക്കമായിരുന്നു. അപ്പോൾ നരേന്ദ്രസ്വാമിയെ ഞങ്ങൾ ഈ സമയത്ത് ഓർമ്മിക്കണം. ഞങ്ങൾ പലരും ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം ഇവിടെ മിസ് ചെയ്യുന്നുണ്ട് വല്ലാതെ. മെസ്സേജ് ഇവിടെ അയച്ചിട്ടുണ്ട്, അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ഗുരുസ്വാമി അവർക്ക് വർഷങ്ങൾ പോയതറിയുന്നില്ല. കലിയുഗവരതനെ കണ്ണിറയെ മനം കുളിർക്കെ കാണാൻ തുടങ്ങിയിട്ട് 1/2 നൂറ്റാണ്ടാവുന്നു. എല്ലാം പെരിയ സ്വാമിയുടെ കരുതലും ശ്രീ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും. നാളെ നമ്മുടെ തീർത്ഥാടന മഹായജ്ഞത്തിന് 50 വയസ്സ് തികയുന്നു. ഇത് ഇന്നലെ അയച്ച കത്താണ്, അതുകൊണ്ടാണ്. എന്നത് ജീവിതയാത്രയിലെ 50 ആണ്ടുകൾക്ക് പിന്നിലേക്കുള്ള ഓർമ്മകളാവുന്നു. പലവിധ വേണ്ടാധീനങ്ങളും ജീവിതചര്യയാക്കിയിരുന്ന പൂർവ്വകാലം. ആ കാലത്തോട് പതിയെ വിട പറയാനും പിന്നീടുള്ള ജീവിതകാലത്ത് തൻ്റെ സഹജീവികളുടെ ക്ഷേമത്തിനായി എന്തെങ്കിലും നന്മ ചെയ്യാനും ഒക്കെ കഴിഞ്ഞതിന് പിന്നിലെ ചാലകശക്തിയായത് 41 ദിവസത്തെ കഠിനവ്രതവും കലിയുഗവരതനെ ഒരു നോട്ടം കണ്ണിറയെ കാണാനുള്ള കരിമല കയറ്റവുമായിരുന്നു എന്ന തിരിച്ചറിവ് ഇപ്പോൾ മനം നിറക്കുന്നു. എല്ലാത്തിനും വഴികാട്ടിയായ പെരിയോർകൾ, അതായത് നമ്മുടെ ഗുരുസ്വാമി ഗംഗാധരൻ ഗുരുസ്വാമിയും ഭാസ്കരൻ സ്വാമിയുമാണെന്നത് എന്നും നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്ന് നടക്കുന്ന നമ്മുടെ ശബരിമല യാത്രാ ഗ്രൂപ്പിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ ശാരീരികമായി പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും എൻ്റെ മനസ്സും ശരണവും അവിടെയായിരിക്കും. അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ. നരേന്ദ്രസ്വാമി. So nice of you to send me this invite. 50 years, wow, that's my lifetime. I will be a part of this event in praise from the US. Thank you. Murli Nair, he has been integral part of the Bhajana. I believe he's the same Murli Nair. This is a real good, very good decision taken by the pilgrimage committee. Both are respected persons. Thank you so much, Murli Nair. If I had been there, I would have definitely attended. I used to send greetings to Bhaskaraman on special days, and he too sent me this year Onam greetings. Congratulations to all of you and convey my love and regards to both of them. Murli Nair. Jackson John, Swami Sharanam Pradeep sir, I would have loved to be a part of this, but I am out of Mumbai for work on 11th. Nonetheless, my best wishes to the entire team, and may Lord Ayyappa continue to bless all of us. Last 2 messages from Gangamohan Swami. Thanks for the invitation, though I won't be able to make it for the function. I will certainly bow down for their blessings and pray for their health and happiness. The last but the least is Anil Verma from Sikandrabad. Pranamam. Blessed are those who will be present for this auspicious ceremony like us. I'll seek blessing through prayers and recollecting the opportunity I got to travel with such sacred gurus and bhaktas. Swami Sharanam. അന്നും ഇന്നും ഗ്രൂപ്പിൻ്റെ കൂടെ ചിട്ടയോടെ സഹകരിച്ച എല്ലാ സ്വാമിമാർക്കും അയ്യപ്പ സ്വാമിമാർക്കും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദി ഒരുക്കിത്തന്ന ക്ഷേത്രം ഭാരവാഹികൾക്കും വിശിഷ്യ ലൈഫ് ട്രസ്റ്റി മുരളിയേട്ടൻ, പ്രസിഡന്റ് മണികണ്ഠൻ നായർ, സെക്രട്ടറി വിശ്വനാഥൻ നമ്പ്യാർ എന്നിവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇതൊരു അവിസ്മരണീയ മുഹൂർത്തമാക്കി മാറ്റിയ
എല്ലാ ഭക്തജനങ്ങൾക്കും, വിശിഷ്യ കേരളത്തിൽ നിന്നും എത്തിയ പന്തളം ശശിയേട്ടൻ, രഘുസ്വാമി, ഗോവിന്ദരാജൻ സ്വാമി എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ വ്രതകാലത്ത് നമ്മളെപ്പോലെ തന്നെ വ്രതശുദ്ധിയോടെ നമ്മുടെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും 1000 നന്ദി. ഈ വേദിയിൽ നിൽക്കാൻ ഭാഗ്യം നൽകിയ ദേവീ ദേവന്മാർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പോൾ ഇതിവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ സാധാരണ സാറ്റർഡേ ഉണ്ടാകുന്ന ഭജനയാണ്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പലരും ഇവിടെ ഇന്ന് സന്നിഹിതരാണ്. പന്തളം ശശിയേട്ടനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് വളരെ ഗംഭീരമായിട്ടുള്ള ഭജനയായിരിക്കും. ഇന്ന് എല്ലാവരും ഉണ്ട്. ഗിരീഷുണ്ട്, രാമേന്ദ്ര സ്വാമിയുണ്ട്, ഉണ്ണിസ്വാമിയുണ്ട്, പന്തളം ശശിയേട്ടനുണ്ട്, സുരേഷ് ഏട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഭജനയിൽ എല്ലാവരും പങ്കെടുക്കുക. എൻ്റെ പേര് ദേവദാസ് നായർ. ഞാൻ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഒരു ട്രസ്റ്റിയാണ്. ഇന്ന് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നടന്നു. 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് തുടർച്ചയായി പോകുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ നടന്നു.
ഇത് വളരെ റെയറായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. വളരെ അത്ര കോമൺ അല്ല. 50 വർഷം തുടർച്ചയായിട്ട് പോവുക, എന്നിട്ട് അവരുടെ ഗുരുസ്വാമിമാരെ ഫെലിസിറ്റേറ്റ് ചെയ്യുക, അതൊരു വലിയ കാര്യമാണ് ഇന്ന് അയ്യപ്പ സേവാ സംഘത്തിൽ നടന്നത്. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇന്നത്തെ ഈ അന്നദാനം അല്ലെങ്കിൽ ഭിക്ഷ എന്ന് പറയുന്നത് ഇത് ഗംഗാധരൻ ഗുരുസ്വാമി ശബരിമല യാത്രാ സംഘത്തിൻ്റെ വകയാണ്. എല്ലാവർക്കും സ്വാമി ശരണം.